പി സുബ്രഹ്മണ്യം എന്ന സംവിധായകൻ, മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമ. അദ്ദേഹം ഭക്തിസാന്ദ്രമായിട്ടുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എക്കാലവും അദ്ദേഹത്തിനെ ഓർക്കും നമ്മൾ. പക്ഷേ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമ നിർമ്മിച്ച് അത് സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു കാര്യമാക്കി മാറ്റിയതിൻ്റെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള കർമ്മം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. സമൂഹത്തിന് വേണ്ടി ഒരു സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിന് നമുക്ക് പ്രഥമ സ്ഥാനത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഈ സ്വാമി അയ്യപ്പൻ റോഡ്. സ്വാമി അയ്യപ്പൻ്റെ സിനിമയിലൂടെ കിട്ടിയ ലാഭം കൊണ്ട് തീർത്തത്. അതുകൊണ്ട് പി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നിർമ്മാതാവോ സംവിധായകനോ എക്കാലവും, അതായത് നമ്മുടെ ഇനി എത്രയോ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടെങ്കിലും സ്മരണീയനായിട്ട് മാറുന്നത് ഈ ഒരു കാര്യത്തിലൂടെ തന്നെയായിരിക്കും. അത് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ദീർഘദർശി കൂടിയാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിലെ പാട്ടുകളെ സംബന്ധിച്ചിട്ടാണ്. ശബരിമല തീർത്ഥാടനം നടത്തുന്ന നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ പമ്പയിലെ കുളിയെല്ലാം കഴിഞ്ഞ് വളരെ മഞ്ഞെല്ലാം കൊണ്ട് തണുത്ത് വിറച്ചാണ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ സൂര്യരശ്മി വീഴുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ആ സൂര്യരശ്മി വീഴുന്നത് ഈ തങ്കരശ്മികൾ, സ്വർണ്ണരശ്മികൾ പോലെയാണ് നമ്മൾക്ക് പതിയുന്ന പോലെ തോന്നും. അതങ്ങനെയാണ് വീഴുന്നതെന്ന് തോന്നുന്നു ശബരിമല സന്ദർശിച്ചിട്ടില്ലാത്ത വയലാർ രാമവർമ്മ എഴുതി എന്നുള്ളതാണ് ഏറ്റവും അതിനെക്കാട്ടും വലിയ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് ദീർഘവീക്ഷണം കൂടെ. അദ്ദേഹം പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, എന്നാലും ശബരിമല ദർശിച്ചിട്ടുള്ളതായിട്ട് അറിവില്ല. എന്തായാലും ശബരിമലയിൽ തങ്ക സൂര്യോദയമാണ്. അത് വെറുതെ ഒരു സൂര്യോദയമല്ല, അതങ്ങനെയാണ്. ആ സ്വർണ്ണവർണ്ണ രശ്മികൾ നമ്മുടെ ദേഹത്ത് പതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭക്തി എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് വർണ്ണിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും എങ്ങനെ അയ്യപ്പൻ്റെ സന്നിധിയിൽ വെച്ചത് നടക്കുമ്പോഴത്തേക്കും. അത്തരത്തിലൊരു മഹത്വപൂർണ്ണമായിട്ടുള്ള പാട്ടാണ് ദേവരായ മാസ്റ്ററുടെ സംഗീതം. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമപുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും പൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമപുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും പൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. ഒരിക്കൽ ദേവരായ മാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറയുണ്ടായി, ഒരു ഭക്തിഗാനം ചെയ്യുമ്പോൾ യഥാർത്ഥ ഭക്തൻ്റെ ഒരു മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഞാനൊരു ഭക്തിഗാനം ചെയ്യുന്നത്. അതാണ് ശരിക്കും യഥാർത്ഥ കലാകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയലാറും ദേവരാജ മാസ്റ്ററും ഒക്കെ മഹാന്മാരായ യഥാർത്ഥ കലാകാരന്മാർ എന്ന് നമ്മൾ പറയുന്നത്. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം, ശുദ്ധ കളവചന്ദനങ്ങളാൽ അഭിഷേകം, ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംഗ്രമപുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അയ്യപ്പ